നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്ന് നിധിയെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ 2 തവണയായി കിട്ടിയത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കണ്ണൂർ ചെങ്ങളായിൽ പരപ്പായി സർക്കാർ സ്കൂളിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി വെട്ടുകയായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്കാണ് നിധി കുംഭം പോലുള്ള മൺപാത്രം ലഭിച്ചത്. സ്വർണ്ണ ലോക്കറ്റുകൾ, പതക്കങ്ങൾ, മോതിരങ്ങൾ എന്നിവയാണ് പാത്രത്തിൽ ഉണ്ടായിരുന്നത്. പിന്നാലെ ഇതേ സ്ഥലത്ത് നിന്ന് ഒരു സ്വർണ്ണമുത്തും 4 വെള്ളി നാണയങ്ങളും കണ്ടെത്തി. നിധി തേടി പോകുന്നത് ധാരാളം ആളുകളുടെ ഹരമാണെങ്കിലും ഇന്ത്യയിൽ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തുന്ന നിധികൾ സംബന്ധിച്ച കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. പുരയിടം കിളയ്ക്കുമ്പോഴോ മറ്റോ സ്വർണ്ണ നാണയങ്ങളോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ കണ്ടെത്തിയാൽ ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തുന്ന എല്ലാ പുരാവസ്തുക്കളും സർക്കാരിന്റെ സ്വത്താണെന്ന പുരാവസ്തു സംരക്ഷണ നിയമം 1972 വ്യക്തമാക്കുന്നു. സ്വർണ്ണ നാണയങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും പുരാവസ്തുക്കളുടെ വിഭാഗത്തിൽ വരും. നികുതി നൽകി നാം ഭൂമിയിൽ കുഴിയുന്നത് വാടകക്കാരെ പോലെയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്. അതിനാൽ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുടെ മേലും അവർക്കാണ് അവകാശം. നിയമപ്രകാരം പുരയിടം കിളയ്ക്കുമ്പോഴോ മറ്റോ സ്വർണ്ണ നാണയങ്ങളോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ കണ്ടെത്തിയാൽ റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങളുടെ പ്രദേശത്തെ കളക്ടറാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ഇടപെടേണ്ടത്. അവർക്ക് ആ സ്ഥലത്തെത്തി വസ്തുക്കൾ പരിശോധിക്കാനും അവയുടെ പ്രാധാന്യം വിലയിരുത്താനും കഴിയും. അല്ലെങ്കിൽ ഈ ചുമതല ഏൽപ്പിക്കാൻ റവന്യൂ വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരെ നിയോഗിക്കാം. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വസ്തുക്കൾ ഏറ്റെടുത്ത ശേഷം അവ ആർക്കിയോളജി വകുപ്പിന് കൈമാറും. അവിടെ വിദഗ്ധർ വസ്തുക്കൾ പരിശോധിക്കുകയും അവയുടെ ചരിത്ര പ്രാധാന്യം നിർണ്ണയിക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടെത്തിയ വസ്തുക്കൾ റിപ്പോർട്ട് ചെയ്യാതെ വെച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വന്നേക്കാം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.